ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി നമ്മൾ ½ kg ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ. ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഇത് ഗ്രീൻ ചില്ലിയാണ്, ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 ഒണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കിച്ചണിൽ പോയിട്ട് അവിടെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം എണ്ണ നന്നായി ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ എടുത്ത് വെച്ചു. ഒണിയിട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കും. ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിടുക. ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇടുന്നത്. 1.5 സ്പൂൺ കൂടി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റും. നമ്മുടെ ഉള്ളി നല്ല ബ്രൗണിഷ് കളറാവുന്നത് വരെ വഴറ്റിയെടുക്കും. നന്നായി തക്കാളി ഇതെല്ലാം നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളറായതിനു ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഏകദേശം 1 ടീസ്പൂണോളം മുളക് പൊടി ഇടുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല നമുക്കൊരു 1 സ്പൂണോളം ഇടാം. മല്ലിപ്പൊടി 2 സ്പൂൺ, ചിക്കൻ മസാല 2 സ്പൂൺ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ്സോളം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഏകദേശം ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് ചിക്കൻ നമ്മൾ ഇടാൻ പോവുകയാണ്. കഴുകി വെച്ച ചിക്കൻ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഓക്കെ, ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ചിക്കൻ നന്നായി മിക്സ് ആയതിനു ശേഷം അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇളം ചൂടുവെള്ളം ഒഴിക്കുക. 2 ഗ്ലാസ് വെള്ളം മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്യാൻ വയ്ക്കുന്നതാണ്. ഓക്കെ, തിളച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ കറിയിലേക്ക് നമ്മൾ ഒരു 2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ കറി കുറച്ചെടുക്കാം. ഒരു പീസ് ചിക്കനും കുറച്ച് ഗ്രേവിയും കൂടി എടുത്ത് ചിക്കൻ കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു പീസ് ദോശ പൊട്ടിച്ച് ചിക്കൻ കറിയിലൊന്ന് മുക്കി ചെറിയൊരു പീസും പൊട്ടിച്ച് നമുക്ക് കഴിച്ചോളാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ.